നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന സൂചന. ആർക്കും പരിക്കില്ല. രോഗികൾ അതിവേഗം മറ്റു വാർഡുകളിലേക്ക് മാറ്റാനായതോടെ വലിയ ദുരന്തം ഒഴിവായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ വീണ്ടും തുറന്നു. കളിച്ചിരി മേളങ്ങളുമായി പ്രവേശനോത്സവങ്ങൾ. സംസ്ഥാനതല ഉദ്ഘാടനം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. യുവാവിന് ദാരുണാന്ത്യം. കുറ്റിപ്പുറം സ്വദേശി അമ്പാല വീട്ടിൽ മുഹൈമനാണ് മരിച്ചത്. 8 പേർക്ക് പരിക്ക്. പെരുമ്പാലയിലുണ്ടായ കത്തിക്കുത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. ആനക്കല്ല് ചാണശ്ശേരി ശ്രീനാഥ്, സുഹൃത്ത് പെരുമ്പാലയിൽ ശ്രീനാഥ് എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരും ചികിത്സയിൽ. പ്രതിക്കായി ഊർജിത അന്വേഷണം. കുന്നംകുളം അഞ്ഞൂർ റോഡിലെ ചിറ്റഞ്ഞൂർ മേഖലയിൽ CCTV ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചു. സംഭവം ഞായറാഴ്ച രാത്രിയോടെ. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേബിൾ TV അധികൃതർ പോലീസിൽ പരാതി നൽകി. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും. വാർത്തകൾ വിശദമായി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. രോഗികൾ സുരക്ഷിതർ. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ആശുപത്രിയുടെ താഴത്തെ നിലയിലുള്ള വലതുവശത്തെ വാർഡിലേക്ക് പോകുന്ന കോറിഡോറിലെ സ്വിച്ച് ബോർഡിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടർന്നത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടയുടനെ അധികൃതർ ഇടപെട്ട് പ്രാഥമികമായി തീയണച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാകുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കുകളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവ സമയത്ത് കെട്ടിടത്തിനുള്ളിൽ രോഗികളും ജീവനക്കാരും ഉണ്ടായിരുന്നെങ്കിലും തീ ആളിപ്പടരുന്നത് കണ്ടയുടനെ തന്നെ ഇവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റാനായി. അഗ്നിബാധയെ തുടർന്ന് കെട്ടിടത്തിനുള്ളിൽ പൂർണ്ണമായും പുക നിറഞ്ഞു. കുന്നംകുളം ഗ്രേഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. അധികൃതരുടെയും അഗ്നിരക്ഷാസേനയുടെയും സമയബന്ധിതമായ ഇടപെടൽ മൂലം വലിയൊരു അപകടമാണ് താലൂക്ക് ആശുപത്രിയിൽ ഒഴിവായത്. താലൂക്ക് ആശുപത്രിയിലെ ഒരു വാർഡിനകത്തുണ്ടായിരുന്ന ഷോർട്ട് സർക്യൂട്ടാണ് ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയത്. ചെറിയൊരു നേരത്തെ തീപിടുത്തം പോലെ ഉണ്ടായി. ആർക്കും അപകടം സംഭവിച്ചില്ല. ആ വാർഡിൽ കിടത്തിയിരുന്ന രോഗികൾ തൽക്കാലത്തേക്ക് മാറ്റി വേറെ ബെഡുകളിലേക്ക് മാറ്റി എല്ലാ പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിച്ചു. നഗരസഭ ജീവനക്കാരും അതുപോലെ ജനപ്രതിനിധികളൊക്കെ അവിടെ ഫയർഫോഴ്സ് വന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ഡോക്ടർമാരുടെയൊക്കെ നേതൃത്വത്തിൽ മറ്റു രോഗികളെ മാറ്റി കിടന്നതിന് വേണ്ടി സൗകര്യം ഉണ്ടായിരുന്നത് എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നു. ആർക്കും യാതൊരുവിധ അപകടവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ കുറച്ചു നേരം വലിയൊരു ആശങ്ക ഉണ്ടാക്കിയെന്ന ഉപയോഗിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നു. കളിയും ചിരിയുമായി അക്ഷരമുറ്റത്തേക്ക് കുരുന്നുകൾ. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന വിസ്ഫോടന കാലത്ത് പുതിയ അറിവ് നേടാനുള്ള ശ്രമമാകണം പഠനമെന്ന് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസത്തിനായി മറ്റ് രാജ്യങ്ങൾ തേടി പോകേണ്ട സാഹചര്യം വരില്ലെന്ന് കുട്ടികൾക്ക് ഉറപ്പാണ്. അധ്യാപകരും മാതാപിതാക്കളും തമ്മിൽ സൗഹൃദമുണ്ടാകണമെന്നും കുട്ടികളുടെ കഴിവുകൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ N ഷംസുദ്ദീൻ, K മുരളീധരൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. അക്കാദമിക് കലണ്ടറും വേദിയിൽ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഇത്തവണ ചടങ്ങുകൾ ആർഭാടങ്ങളില്ലാതെയാണ് നടന്നത്. ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് 2 ലക്ഷത്തിലധികം കുരുന്നുകളാണ്. വിവിധ വിദ്യാലയങ്ങളിലായി വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ നടന്ന വിദ്യാലയ പ്രവേശനോത്സവങ്ങളുടെ വിശദാംശങ്ങൾ അടങ്ങിയ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഈ വാർത്തയ്ക്ക് ശേഷം സംപ്രേഷണം ചെയ്യും. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. യുവാവിന് ദാരുണാന്ത്യം. കുറ്റിപ്പുറം സ്വദേശി അമ്പാല വീട്ടിൽ മുഹൈമാണ് മരിച്ചത്. 8 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച പുലർച്ചെ 1:11 കൂടിയാണ് അപകടമുണ്ടായത്.
അങ്കമാലി കാലടിയിലുള്ള പ്രേക്ഷിതാരം കോൺവെന്റിലെ സിസ്റ്റർമാരും ഡ്രൈവറും ഉൾപ്പെടെ 5 പേർ സഞ്ചരിച്ച ബൊലേറോ ജീപ്പും ഡ്രൈവർ ഉൾപ്പെടെ 3 യാത്രികർ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രേക്ഷിതാരം കോൺവെന്റിലെ അന്തേവാസികളായ കാലടി സ്വദേശി തിരുതനത്തിൽ വീട്ടിൽ ജോസഫിന്റെ മകൾ സിസ്റ്റർ സാലസ്, ഇടുക്കി രാജകുമാരി സ്വദേശി പന്തതലയ്ക്കൽ വീട്ടിൽ ജോണിന്റെ മകൾ സിസ്റ്റർ ജെയിൻ ട്രീസ, എറണാകുളം കാഞ്ഞൂർ സ്വദേശി കുഴുപ്പുള്ളി വീട്ടിൽ ഔസേപ്പിന്റെ മകൾ സിസ്റ്റർ ജോസിറ്റ, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി കടത്തറക്കുന്നിൽ വീട്ടിൽ ദേവസിയുടെ മകൾ സിസ്റ്റർ ടെസ്നി എന്നിവർക്കും ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായ കാലടി ചെങ്ങൽ സ്വദേശി അപ്പേരിയിൽ വീട്ടിൽ അബ്ദുള്ളയുടെ മകൻ സക്കീറിനുമാണ് പരിക്കേറ്റത്. ഇവർക്കു പുറമെ കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഫള്ളിൽ, ബാസിദ്, മാജിദ് എന്നിവർക്കും പരിക്കുണ്ട്. അപകടം നടന്നയുടനെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകരും സ്വകാര്യ ക്ലിനിക് ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ മരിച്ച മുഹൈമിനിന്റെ മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തീകരിച്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. പെരുമ്പിലാവിലുണ്ടായ കത്തിക്കുത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് ആനക്കല്ലിൽ ഞായറാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. ആനക്കല്ലിലെ ചാണാശ്ശേരി വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ 24 വയസ്സുള്ള ശ്രീനാഥ്, സുഹൃത്തായ പെരുമ്പാലയിൽ 23 വയസ്സുള്ള ശ്രീനാഥ് എന്നിവർക്കാണ് കുത്തേറ്റത്. ആനക്കല്ല് സ്വദേശി ഗോപാലൻ എന്ന് വിളിക്കുന്ന 45 വയസ്സുള്ള സന്തോഷാണ് ഇരുവരെയും ആക്രമിച്ചതെന്ന് പറയുന്നു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പരിക്കേറ്റവർ പെരുമ്പിലാവിലെയും കുന്നംകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം മഞ്ഞൂർ റോഡിലെ ചിറ്റഞ്ഞൂർ മേഖലയിൽ CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് കേബിൾ TV അധികൃതർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കേബിളുകൾ തകർത്തതോടെ ചിറ്റഞ്ഞൂർ മേഖലയിലാകെ കേബിൾ സംവിധാനം പൂർണ്ണമായും നിശ്ചലമായി. അഞ്ഞൂർ റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി 3 ഇടങ്ങളിലാണ് കേബിളുകൾ മുറിച്ചുമാറ്റിയ നിലയിൽ കണ്ടെത്തിയത്. റോഡരികിലൂടെ കേബിൾ ലൈനുകൾ കടന്നുപോകുന്ന വലിയ മരങ്ങൾക്ക് മുകളിൽ കയറിയാണ് സാമൂഹിക വിരുദ്ധർ ഈ അക്രമം നടത്തിയിരിക്കുന്നത് എന്നാണ് നിഗമനം. ആസൂത്രിതമായാണ് ഈ ലക്ഷ്യം നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് സംശയിക്കുന്നു. സാമൂഹിക വിരുദ്ധരുടെ കുൽസിത പ്രവൃത്തി മൂലം മേഖലയിലെ CCTVയുടെ കേരള വിഷൻ കേബിൾ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെയോടെയാണ് സിഗ്നൽ വിതരണം പുനഃസ്ഥാപിച്ചത്. പ്രിയ കേബിൾ വരിക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ CCTV അധികൃതർ ഖേദം പ്രകടിപ്പിക്കുകയും സഹകരണത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം ചിറ്റഞ്ഞൂർ പ്രദേശത്ത് CCTVയുടെ കേബിളുകൾ മുറിച്ച സംഭവത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മേഖലാ പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് ആവശ്യപ്പെട്ടു. കുറ്റക്കാരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് റഫീഖ് അറിയിച്ചു. എരുമപ്പെട്ടി പതിയാരം കാവാലം ചിറ കുളത്തിൽ മത്സ്യകൃഷിക്ക് നൽകിയിരുന്ന പാട്ടക്കരാർ പഞ്ചായത്ത് ഭരണസമിതി റദ്ദ് ചെയ്തു. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. പ്രദേശവാസികൾക്ക് ഉപയോഗിക്കുന്നതിനും കാർഷിക ജലസേചനത്തിനും വേണ്ടി സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കാവാലം ചിറ S. ബസന്തലാലിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് മത്സ്യകൃഷിക്ക് പാട്ടത്തിന് നൽകിയത്. 7 പേരടങ്ങുന്ന സ്വയം സഹായ സംഘത്തിന് പ്രതിവർഷം 500 രൂപ പാട്ടം നിശ്ചയിച്ച് 5 വർഷത്തേക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. എന്നാൽ നാട്ടുകാരുടെ പരാതി പ്രകാരം നിലവിലെ LDF പഞ്ചായത്ത് ഭരണസമിതി കരാർ റദ്ദ് ചെയ്തിരിക്കുകയാണ്. 1 ഏക്കറിലധികം വിസ്തൃതിയുള്ള കുളം പൂർണ്ണമായും വലകെട്ടി മറച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. വല കെട്ടിയതോടെ കുളത്തിൽ ഇറങ്ങി കുളിക്കുവാനും നീന്തുവാനും കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പരാതിയിൽ പറയുന്നു. ശക്തമായ പ്രതിഷേധത്തിനിടയിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം അന്നത്തെ ഭരണസമിതി നടത്തിയത്. വല അഴിച്ചുമാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ച് പരാതി നൽകിയിട്ടും പഞ്ചായത്തിൽ നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പഞ്ചായത്ത് പാട്ടക്കരാർ നൽകിയത് നിയമാനുസൃതം അല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കരാർ നൽകാൻ തീരുമാനമെടുത്ത ദിവസം മത്സ്യം വളർത്തുന്ന ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും പാട്ടത്തുക നിശ്ചയിക്കുന്നതിന് താൽപര്യപത്രം ക്ഷണിക്കുകയോ ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് കുളത്തിന്റെ മൂല്യത്തിനനുസരിച്ച് പാട്ടത്തുക നിശ്ചയിക്കുകയോ ചെയ്തിട്ടില്ല എന്നും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാവാലം ചിറക്കുളം പൊതുജനത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ വല നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കി റിപ്പോർട്ട് ചെയ്യുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മെയ് 18-ന് ചേർന്ന ഭരണസമിതി യോഗം പാട്ടക്കരാർ റദ്ദ് ചെയ്യുന്നതിന് തീരുമാനമെടുത്തു. കുളം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യവളർത്തൽ ഗ്രൂപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കിയിട്ടില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ CPM കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി പരാതി. കൗൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി, V അനൂപ് എന്നിവർക്കെതിരെയാണ് നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഗുരുവായൂർ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിലെത്തിയത്. ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ ടൗൺ ഹാൾ സൗജന്യമായി നൽകണമെന്നായിരുന്നു കൗൺസിലർമാരുടെ ആവശ്യം. എന്നാൽ കഴിഞ്ഞ തവണ ഇക്കാലയളവിൽ നഗരസഭയ്ക്ക് 4 ലക്ഷം രൂപയാണ് ടൗൺ ഹാളിൽ നിന്ന് വരുമാനം ഉണ്ടായിരുന്നത്. സൗജന്യമായി അനുവദിച്ചാൽ നഗരസഭയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത നേരിടുമെന്നതിനാൽ ഇക്കാര്യത്തിൽ വിയോജനക്കുറിപ്പ് നൽകുകയായിരുന്നുവെന്ന് സെക്രട്ടറി പരാതിയിൽ പറഞ്ഞു. എന്നാൽ ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി വെട്ടുമെന്നും ഭീഷണിപ്പെടുത്തുകയും പിടിച്ചു തള്ളുകയും ചെയ്തുവെന്നാണ് പരാതിയിലുള്ളത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ ശേഷം FIR തയ്യാറാക്കുമെന്ന് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്കെതിരായ കയ്യേറ്റം UDF പാർലമെന്ററി പാർട്ടി അപലപിച്ചു. ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചിട്ടും വഴങ്ങാൻ തയ്യാറാകാതിരുന്ന ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത നഗരസഭാ ഭരണപക്ഷ കൗൺസിലർമാർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് UDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ CPM കൗൺസിലർമാർക്കെതിരെ കേസെടുക്കണമെന്ന് BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. നഗരസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം, അല്ലാതെ CPM ഓഫീസിൽ നിന്ന് പറയുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യലല്ല. ഭരണത്തിന്റെ തണലിൽ ഭരണപക്ഷ കൗൺസിലർമാർ നടത്തുന്ന ഗുണ്ടായിസം പ്രതിഷേധാർഹമാണെന്നും ശോഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂർ നഗരസഭ ഓഫീസ് വളഞ്ഞ് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KC രാജു മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി ദിലീപ് ലോഷ്, പ്രതീഷ് തൈക്കാട്, K കാളിദാസ്, മനീഷ് കുളങ്ങര, ജ്യോതി രവീന്ദ്രനാഥ്, ദീപ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജാതിമത വ്യത്യാസമില്ലാതെ മറ്റം ചേലൂർ നിവാസികൾ ഒത്തുചേർന്നു. മറ്റം മഴവിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിലാണ് നാടൊന്നാകെ ഒന്നിച്ച് പങ്കെടുത്തത്. ചേലൂർ കുടുംബസംഗമത്തിന്റെയും 3ാം വാർഷിക പൊതുയോഗത്തിന്റെയും ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാദ് വാഗൻ നിർവഹിച്ചു. കോവിഡ് വന്ന് ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇത്തരത്തിലുള്ള വേറൊരു ബുദ്ധിമുട്ട് വേറെ ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിൽ ബന്ധുക്കളെക്കാൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളെക്കാൾ ഏറ്റവും അടുപ്പവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായമൊക്കെ ആയി വന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് സഹായവുമായിട്ട് എത്തിയത്. അപ്പോഴാണ് നമുക്ക് കണ്ണ് ശരിക്കും തുറക്കാൻ സാധിച്ചത്. ജാതിയേക്കാളും രാഷ്ട്രീയത്തെക്കാളൊക്കെ അപ്പുറം നമ്മളെ സഹായിക്കാൻ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ഐക്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ ഈ കുടുംബ കൂട്ടായ്മയുമായി മുന്നോട്ട് പോകാം എന്നൊരു ആശയം വരികയും. ചേലൂർ കുടുംബസംഗമത്തിൽ പ്രസിഡന്റ് PS സുധീർ അധ്യക്ഷനായി. സെക്രട്ടറി KV ജസ്റ്റിൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KJ ജോസ് പോൾ 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള വാർഷിക കണക്കും അവതരിപ്പിച്ചു. രക്ഷാധികാരി KM ജോർജ്, കമ്മിറ്റി അംഗങ്ങളായ KC ജോസ്, പ്രതിഭ മണി, ഷാലറ്റ് ജോസഫ്, PR അശോകൻ, TD ജോർജ് മാസ്റ്റർ, PB സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഷൈജ തോമസിന്റെ പ്രാർത്ഥനാലാപനത്തോടെ തുടങ്ങിയ ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാധ്യമ അവാർഡ് ജേതാവ് CCTV ന്യൂസ് വിഭാഗം ഡയറക്ടർ KC ജോസ്, കായികരംഗത്ത് മാസ്റ്റേഴ്സ് മീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച KM ആന്റണി എന്നിവരെ കുടുംബസംഗമത്തിൽ ആദരിച്ചു. 35ാം വിവാഹ വാർഷികം ആഘോഷിച്ച ദമ്പതികളായ വിൻസെന്റ് സിലിയ, ഉണ്ണി വാസന്തി, KT ജോസ്, ബെറ്റി ജോസ്, PS ദേവദാസ്, സുജ, സുകുമാരൻ സുമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുതുതായി മെമ്പർഷിപ്പ് എടുത്ത കുടുംബങ്ങളെയും ഇതുവരെ പരിചയപ്പെടാത്ത കുടുംബങ്ങളെയും നവദമ്പതികളെയും സദസ്സിന് പരിചയപ്പെടുത്തി. വിവിധ കലാപരിപാടികളുടെ അവതരണവും സമ്മാനദാനവും നടന്നു. സ്നേഹവിരുന്നോടെ കുടുംബസംഗമം സമാപിച്ചു.
രാജ്യത്ത് വീണ്ടും പാചകവാതക വില കൂടി. വാണിജ്യ സിലിണ്ടറുകൾക്ക് 46 രൂപയാണ് വർദ്ധിച്ചത്. 19 കിലോ സിലിണ്ടറിന് 3131 രൂപയാണ് പുതിയ വില. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച ശേഷം ഇത് 4ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. മെയ് 1-ന് 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയുടെ വർധന ഉണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരം കാരണം വ്യാപാരികളും ജീവനക്കാരും അനുഭവിച്ചിരുന്ന കടുത്ത പാമ്പ് ഭീതിക്ക് അടിയന്തര പരിഹാരം. CCTV വാർത്തയെ തുടർന്ന് കളക്ടർ ഇടപെട്ട സാഹചര്യത്തിലാണ് നടപടിയായത്. തെക്കേനടയിൽ ദേവസ്വം ഓഫീസിന് പിറകിലായി കാടുപിടിച്ചു കിടന്ന പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടി ആരംഭിച്ചു. ക്ഷേത്രത്തിൽ നിന്നുള്ള കരി, ആനയൂട്ടിന്റെ അവശിഷ്ടങ്ങൾ, മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങൾ എന്നിവ കൃത്യമായി സംസ്കരിക്കാതെ തെക്കേനടയിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ പ്രദേശം പൂർണ്ണമായും കാടുപിടിച്ചതോടെ വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ താവളമായി മാറി. ഇതോടെ സമീപത്തെ 32 വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ കടുത്ത ഭീതിയിലായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു കടയ്ക്കുള്ളിലേക്ക് 7 അടിയോളം നീളമുള്ള ചേര പാഞ്ഞുകയറിയത് വലിയ പരിഭ്രാന്തി പരത്തിയിരുന്നു. തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധരെത്തിയാണ് ഇതിനെ മാറ്റിയത്. ഈ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി CCTV നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അടിയന്തര നടപടിക്ക് ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിക്കുകയും ഒരു ലോഡ് മാലിന്യം ഇന്ന് തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു. ബാക്കിയുള്ള മാലിന്യങ്ങൾ 2 ദിവസത്തിനകം പൂർണ്ണമായും വൃത്തിയാക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മിൽമ പാലിനും തൈരിനും വില വർദ്ധിച്ചു. പാൽ വില ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപയുമാണ് വർദ്ധിച്ചത്. പുതിയ പാക്കറ്റുകൾ വരുന്നതുവരെ പഴയ വില പ്രിന്റ് ചെയ്ത കവറുകളിലായിരിക്കും പാൽ ലഭിക്കുക. നെയ്യടക്കം മറ്റ് ഉൽപ്പന്നങ്ങൾക്കും വൈകാതെ വില ഉയരും. മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില ഉയർന്നേക്കും. കർഷകരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് വില വർധന. പാചകവാതകത്തിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് ഇനി കൂടുതൽ ചെലവ് ഉണ്ടാകും. ഹോട്ടൽ ഉടമകളും ആശങ്കയിലാണ്. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ CKM അസോസിയേറ്റ്സിന്റെ പ്രഥമ സംരംഭം ശരണം ഹോം സ്റ്റേ ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനമാരംഭിച്ച CKM അസോസിയേറ്റ്സ് ഹോം സ്റ്റേയുടെ ഉദ്ഘാടനം കൂട്ടായ്മയുടെ മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം ലിങ്കൺ നാടമുറിച്ച് നിർവഹിച്ചു. CKM അസോസിയേറ്റ്സ് ഡയറക്ടറും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററുമായ ബാബു പോൾ അധ്യക്ഷനായി. CKM ഡയറക്ടർമാരായ KA അജീഷ്, M രവി, IH റഫീഖ്, CO ബിജു, AA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. PR രാധിക, KA വേലായുധൻ, CKM അസോസിയേറ്റ്സിന്റെ മറ്റു ഭാരവാഹികൾ, അംഗങ്ങൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആധുനിക സൗകര്യങ്ങളോടെ ഗുരുവായൂരിലെത്തുന്നവർക്ക് താമസിക്കാനുള്ള മികച്ച സൗകര്യങ്ങളാണ് ഹോം സ്റ്റേയിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിന് അടുത്തുതന്നെയായതിനാൽ ഭക്തർക്ക് ദർശനത്തിനും മറ്റും വിപുലമായ സൗകര്യവും ലഭിക്കും. മിതമായ നിരക്കിൽ റൂമുകൾ ലഭിക്കാൻ CKM അസോസിയേറ്റ്സ് ഹോം സ്റ്റേയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9744744775, 9562244300, 9387155830. വേനലവധിയുടെ അവസാന ദിനത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് ദൃശ്യമായത്. മന്ദലാംകുന്ന് ബീച്ചിൽ ഞായറാഴ്ച കടൽ കാണാൻ എത്തിയത് ആയിരങ്ങളായിരുന്നു. ബലിപ്പെരുന്നാളിന്റെ സമീപ ദിവസമായതും വേനലവധിയുടെ അവസാന ദിവസമായതുമാണ് തിരക്കേറാൻ കാരണം. അപ്രതീക്ഷിതമായി പെയ്ത മഴയൊന്നും തിരക്കിനെ ബാധിച്ചില്ല. വിശാലമായ പാർക്കിങ്ങും മറ്റ് തീരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സൗകര്യവുമുള്ളതാണ് സഞ്ചാരികളുടെ മനം കവരാൻ കാരണം. കുട്ടികളുടെ പാർക്കിലേക്ക് പ്രവേശനമില്ലെങ്കിലും കുട്ടികൾ കയറി പാർക്കിലെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി. അതേസമയം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിനോട് അധികൃതർ അവഗണന കാണിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമധേയത്തിലുള്ള പ്രാർത്ഥനാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും മാർപ്പാപ്പയുടെ പ്രോ എക്ലേസിയ എത്ത് പൊന്തിഫീച്ചെ ബഹുമതിക്ക് അർഹനായ മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകാംഗമായ മോൺസിഞ്ഞോർ ഫാദർ തോമസ് കാക്കശ്ശേരിക്ക് സ്വീകരണവും നൽകി. ഞായറാഴ്ച വൈകിട്ട് 6:30 നടന്ന ചടങ്ങിൽ പ്രാർത്ഥനാലയത്തിന്റെ വെഞ്ചിരിപ്പ് മോൺസിഞ്ഞോർ ഫാദർ തോമസ് കാക്കശ്ശേരി നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, ഡീക്കൻ മെബിൻ കീറ്റിക്കൽ എന്നിവർ സഹകാർമ്മികരായി. മാതാവിന്റെ വണക്കമാസം കാലം കൂടുന്നതിന്റെ ഭാഗമായി യൂത്ത് CLCയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ചക്കപ്പായസം വിശ്വാസികൾക്ക് നേർച്ചയായി വിതരണം ചെയ്തു. ഇടവക കൈക്കാരന്മാരായ MJ ജോഷി, CT സ്പാർട്ടക്കസ്, CK ജോയ്, KS ഷാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
CPIM നേതാവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന KK കേശവേട്ടന്റെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. ചൊവ്വലൂർ ദോഫാർ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. CPM കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി മുഖ്യാതിഥിയായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PA മുസ്തഫ, C. അംബികേശൻ, മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വൈസ് പ്രസിഡന്റ് CK സുദീപ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, കൂനമൂച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയകൃഷ്ണൻ നമ്പി എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും LP വിഭാഗം മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കേശവേട്ടൻ ദിനാചരണത്തിന്റെ ഭാഗമായി CPM ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവൃത്തികളും സംഘടിപ്പിച്ചു. KK കേശവൻ സ്മൃതി ദിനമായ ജൂൺ 2 രാവിലെ കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ചുകളിലും ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പതാക ഉയർത്തലും പ്രഭാതപേരിയും സംഘടിപ്പിക്കും. അധികൃതരുടെ അനാസ്ഥയിൽ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ച വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ശ്മശാന സംരക്ഷണ ജനകീയ സമിതി കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ 18ാം വാർഡംഗം അശോകൻ എടക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പൂങ്ങാട്ട് മാധവൻ നമ്പൂതിരി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ രുക്മിയ സുധീർ, ഷനിൽ, ജിതേഷ്, സമിതി കോർഡിനേറ്റർ അഖിൽ കണക്കഞ്ചേരി, വിനു കണ്ടംപുള്ളി, സംഗീത മനോജ് വെള്ളക്കട, വിശ്വനാഥൻ തൈക്കാട്ടിൽ, ബിജു പള്ളിക്കര, നിജു ചക്കിത്തറ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണം പൂർണ്ണമായി തീരുന്നതുവരെ ജനകീയ സമിതി രൂപീകരിച്ച് മുന്നോട്ടു പോകുവാനും സമര പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുവാനും കൺവെൻഷൻ ഐക്യകണ്ഠേന തീരുമാനിച്ചു. സുബിൻ എഴുത്തച്ഛൻ വീട്ടിൽ സ്വാഗതവും സുരേഷ് കല്ലൂർ നന്ദിയും പറഞ്ഞു. പൂങ്ങാട്ട് മാധവൻ നമ്പൂതിരി കൺവീനർ, മനോജ് വെള്ളക്കട ജോയിന്റ് കൺവീനർ എന്നിവർ ഭാരവാഹികളായ 25-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. കുരുന്നുകൾക്ക് മധുരമേകി ഹാൻഡ് സെൻസിംഗ് കാൻഡി മിഷൻ. കുന്നംകുളം BCGHSൽ നടന്ന പ്രവേശനോത്സവം വേറിട്ടതായി. പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് കുന്നംകുളം BCG ഹൈസ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ വർണ്ണാഭമായി. വിദ്യാലയമുറ്റത്തേക്ക് ആദ്യമായി കാലെടുത്തു വെച്ച നവാഗതരായ കുരുന്നുകളെ മധുരം നൽകിയും നെറ്റിയിൽ കളഭം ചാർത്തിയുമാണ് അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്നു സ്വീകരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ HM സിസ്റ്റർ സ്റ്റാർലിറ്റ് SIC അധ്യക്ഷത വഹിച്ചു. ഫാദർ കുര്യാക്കോസ് മാമ്പർക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവത്തിനെത്തിയ നവാഗതർക്ക് ഏറെ കൗതുകവും വിസ്മയവുമായി മാറിയത് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ് വിദ്യാർത്ഥികൾ ഒരുക്കിയ സാങ്കേതിക വിദ്യയാണ്. പുതിയ കൂട്ടുകാരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച ഹാൻഡ് സെൻസിംഗ് കാൻഡി മെഷീനായിരുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണം. യന്ത്രത്തിന് താഴെ കൈ കാണിക്കുമ്പോൾ അതിലെ സെൻസർ പ്രവർത്തിക്കുകയും മിഠായികൾ തനിയെ താഴേക്ക് വീഴുകയും ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. സ്കൂളിലേക്ക് ആദ്യമായി എത്തിയ കുരുന്നുകളിൽ യന്ത്രം ഏറെ കൗതുകം ജനിപ്പിച്ചതിനോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയോട് അവർക്ക് താൽപ്പര്യം വളർത്താനും ഈ വേറിട്ട സംരംഭം ഏറെ സഹായിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് പ്രസാദ് C. പുലിക്കോടൻ, അധ്യാപിക ദീപ ദേവസി, ബിജി ചാക്കോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ചൊവ്വാഴ്ച ഗുരുവായൂരിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഷാജി തമ്പാനൂർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനം ബുധനാഴ്ചയും തുടരും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. പടിഞ്ഞാറനട കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം ടൗൺ ഹാളിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ V. സുരേഷ് ഉദ്ഘാടനം ചെയ്യും. നടൻ ശിവജി ഗുരുവായൂർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളാകും. ഗുരുവായൂർ SHO വിനോദ് വലിയാട്ടൂർ, ജോയിന്റ് RTO OP രമേശ് എന്നിവർ പങ്കെടുക്കും. സംസ്ഥാന സെക്രട്ടറി AP ബാഹുലയൻ, സംസ്ഥാന ട്രഷറർ AV സജീഷ്, ഭാരവാഹികളായ റഷീദ് വെള്ളിപ്പറമ്പ്, BN ഷെർലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി വിപണി. ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് ലക്ഷ്യമിട്ട് അത്യാധുനിക സൗകര്യങ്ങളോടെ കുന്നംകുളത്ത് ബോക്സ് ഫിറ്റ്നസ് യൂണിസെക്സ് ജിം പ്രവർത്തനം ആരംഭിച്ചു.
കുന്നംകുളം കാണിപ്പയ്യൂർ പഴയ തൃശൂർ റോഡിലാണ് ബോക്സ് ഫിറ്റ്നസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ശീതീകരണ സംവിധാനത്തോടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഫിറ്റ്നസ് പരിശീലനം ലഭ്യമാക്കുന്ന ജിമ്മിന്റെ ഉദ്ഘാടനം സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാരായ അഖിൽ, സിബി, ഡാനിഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ പരിശീലന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്യാധുനിക ഫിറ്റ്നസ് ഉപകരണങ്ങൾ, പരിചയസമ്പന്നരായ ട്രെയിനർമാർ, വ്യക്തിഗത പരിശീലനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ശരീരഭാരം നിയന്ത്രിക്കാനും മസിൽ ശക്തി വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് മികച്ച പരിശീലന അന്തരീക്ഷമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ക്രോസ്ഫിറ്റ് ആൻഡ് ഗ്രൂപ്പ് സെഷൻസും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡ്മിഷൻ ഫീസില്ലാതെ ഓഫറുകളോടുകൂടി ജോയിൻ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ബോക്സ് ഫിറ്റ്നസ്, ഓൾഡ് തൃശൂർ റോഡ്, കാണിപ്പയ്യൂർ, കുന്നംകുളം. ഫോൺ 9074523619. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ കുടുംബ കൂട്ടായ്മ പതാക ദിനം ആഘോഷിച്ചു. കുടുംബ കൂട്ടായ്മ തൃശൂർ അതിരൂപതയിൽ ഫൊറോന കേന്ദ്ര സമിതികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പതാക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ദിനാഘോഷത്തിന് ഫൊറോന പ്രൊമോട്ടർ ഫാദർ ഗ്ലാഡിൻ വട്ടക്കുഴി പതാക ഉയർത്തുകയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഫൊറോന കൺവീനർ തോമസ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. SSLCക്ക് ഉന്നത വിജയം സ്വന്തമാക്കിയ VJ എൽഗാറൂസ്, CJ ആൻഡ്ലി മരിയ എന്നിവരെ ചടങ്ങിൽ ഡീക്കൻ പ്രിൻസ് കിളിയാമ്പറമ്പിൽ ആദരിച്ചു. അതിരൂപത ഭാരവാഹി അന്ന ബാബു, ഫൊറോന സെക്രട്ടറി ലോറൻസ് നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. ആറ്റുപുറം പള്ളി ട്രസ്റ്റി CA ബോസ്, കേന്ദ്ര സമിതി കൺവീനർ PA ആൻഡോ, ജ്യോതിഷ് ബാബു എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,320 രൂപ, സ്വർണം പവന് 1,14,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചർമ്മം മറ്റം കാക്കശ്ശേരി ചാക്കുണ്ണി മകൻ അന്തോണി നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ജാൻസിയാണ് ഭാര്യ. സിൻഡോ, മിൻഡോ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്ത. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന സൂചന. ആർക്കും പരിക്കില്ല. രോഗികളെ അതിവേഗം മറ്റ് വാർഡുകളിലേക്ക് മാറ്റാനായതോടെ വലിയ ദുരന്തം ഒഴിവായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ വീണ്ടും തുറന്നു. കളിച്ചിരി മേളങ്ങളുമായി പ്രവേശനോത്സവങ്ങൾ. സംസ്ഥാനതല ഉദ്ഘാടനം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. യുവാവിന് ദാരുണാന്ത്യം. കുറ്റിപ്പുറം സ്വദേശി അമ്പാല വീട്ടിൽ മുഹൈമാണ് മരിച്ചത്. 8 പേർക്ക് പരിക്ക്. പെരുമ്പാവൂരിലുണ്ടായ കത്തിക്കുത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. ആനക്കല്ല് ചാണാശ്ശേരി ശ്രീനാഥ്, സുഹൃത്ത് പെരുമ്പാലയിൽ ശ്രീനാഥ് എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരും ചികിത്സയിൽ. പ്രതിക്കായി ഊർജിത അന്വേഷണം. കുന്നംകുളം അഞ്ഞൂർ മേഖലയിലെ ചിറ്റഞ്ഞൂർ മേഖലയിൽ CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചു. സംഭവം ഞായറാഴ്ച രാത്രിയോടെ. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേബിൾ TV അധികൃതർ പോലീസിൽ പരാതി നൽകി. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ചെറുവത്താനി മാഞ്ചേരി വീട്ടിൽ സുരേഷിൻ്റെ 3ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ദുഃഖാർത്തരായ ഭാര്യ, മക്കൾ, മറ്റു കുടുംബാംഗങ്ങളും